ഭാരവാഹി തെരഞ്ഞെടുപ്പും പ്രാഥമിക അംഗത്വ പട്ടികയും കോടതി റദ്ദാക്കിയതോടെ യൂത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം പ്രതിസന്ധിയിലേക്ക്. നാഥനില്ല കളരിയാകുന്നതിനോടൊപ്പം ക്രൈംബ്രാഞ്ച് അന്വേഷണവും യൂത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകും. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തുന്ന പരാതിയിൽ മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടേതാണ് നടപടി. തിയോഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യൂത്ത് കോൺഗ്രസിന്റെ 2023 നടന്ന തെരഞ്ഞെടുപ്പ് അത് സംഘടനയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതാക്കളായ നഹാസ് കെ മുഹമ്മദ്, PS അനിൽ എന്നിവരാണ് മൂവാറ്റുപുഴ കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. മൂവാറ്റുപുഴ മുൻസിഫ് കോടതിയുടേതാണ് ഇപ്പോൾ ഈ കേസിൽ വിധി ഉണ്ടായിരിക്കുന്നത്. ആ വിധിയിൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നു എന്നാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്, അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡുകളും വ്യാജ വോട്ടർ പട്ടികയും ഒക്കെ ഉണ്ടാക്കി നടത്തിയ ആ തെരഞ്ഞെടുപ്പ് അത് റദ്ദാക്കിയിരിക്കുന്നു. അത് റദ്ദാക്കുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയാണ്. ഒരു നേതൃത്വം ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് ശേഷം മറ്റൊരു അധ്യക്ഷനെ കണ്ടെത്താൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുകയും ചെയ്തിരുന്നില്ല. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അബിൻ വർക്കിയെ ഈ സ്ഥാനത്തേക്ക് പ്രസിഡന്റാക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനിടെ ഗ്രൂപ്പ് തർക്കങ്ങളെ തുടർന്ന് മറ്റു പല പേരുകളും ഉയർന്നു വന്നു. എന്തായാലും ആ സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്താൻ ഇതുവരെ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. അടൂർ പ്രകാശിനോട് ഇതേ വിഷയം തന്നെ ചോദിച്ചപ്പോൾ അത് യൂത്ത് കോൺഗ്രസിന്റെ വിഷയമാണ്, യൂത്ത് കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി എന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിലേക്ക് അടൂർ പ്രകാശും പ്രതികരിച്ചു. കാരണം താൻ യൂത്ത് കോൺഗ്രസിലൂടെ വന്നയാളാണെങ്കിലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നതാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ കാര്യം അവരെ അങ്ങ് ഏൽപ്പിച്ച പോലെ എന്നെ എന്തിനാ ഇതിനകത്ത് ബലിയാടാക്കുന്നത്? ഞാൻ യൂത്ത് കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞ് വന്ന ഒരാളാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇനിയിപ്പോൾ തിരിച്ച് യൂത്ത് കോൺഗ്രസിലേക്ക് പോകാൻ ഞാൻ ആലോചിച്ചിട്ടുമില്ല. ആഗ്രഹിച്ചാൽ ഇനി ഒട്ടും നടക്കത്തുമില്ല. അതൊക്കെ അവരെ അങ്ങ് ഏൽപ്പിക്കും. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പോകുന്നത്. ഒരു നേതൃത്വം ഇല്ലാത്ത അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നാഥനില്ല കളരി പോലെയായി മാറുകയാണ് യൂത്ത് കോൺഗ്രസ്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി നിയമവിരുദ്ധമായി നടത്തിയ ആ തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ്, അതിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണവും യൂത്ത് കോൺഗ്രസിന് ഇനി പ്രതിസന്ധിയിലേക്ക് നയിക്കും. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.